Hi, namaste. So, okay. So, I can't speak so much in Malayalam. So, Chitin is my first Malayalam movie, and the credit goes to like Vijayan sir. All my thanks to Vijayan sir. He has selected me, taken my audition, everything. That's how I've come on board. It's just the time to reveal who's Chitini and everybody to come to the theaters on the 27th of this month and Kandu support Chenam for this. And that's it. And also all my co-stars, Moksha, Ati, and everyone, all the cast, crew, Rati sir, and especially Vijayan sir, he has taught me actually everything, like starting from what to say, how to pronounce, be it like any language. And my thanks to Vijayan sir will be like sort of it, like I will fall short of saying thanks to him. Thank you so much sir, and for this I'm able to experience this thing, and thank you all for coming also. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ എനിക്ക് ഇരിക്കാൻ പറ്റാന്നുള്ളത് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച ഒരു മൊമെൻ്റാണിത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സർ, ഇത്രയും വലിയൊരു അവസരം എനിക്ക് ഈ സിനിമയിൽ തന്നതിന്. പിന്നെ ഓൾ ടീം എല്ലാവർക്കും എൻ്റെ നന്ദി. സോ ആദ്യം തന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീനാക്ഷി പറഞ്ഞ പോലെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. സോ സാറാണ് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത്. സ്ക്രിപ്റ്റ് മുതൽ എവറിത്തിങ്, സീൻ ബൈ സീൻ എല്ലാം ഞങ്ങൾക്ക് എല്ലാ ദിവസവും സെറ്റിൽ വെച്ച് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. സോ അതെനിക്ക് ഒത്തിരി ഹെൽപ്പായി ബൈ ടേക്കിംഗ് ദി സീൻസ്. സോ അത്രയാണ്. 27th മറ്റന്നാൾ നമ്മുടെ മൂവി റിലീസ് ആവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. സാറിനൊപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചിത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്യുന്ന ഒരു ഹൊറർ മൂവിയാണ്. ഇതിന് മുമ്പ് പ്രേതം 2 എന്നുള്ള മൂവിയാണ് ഒരു ഹൊറർ മൂവി സബ്ജക്റ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ആൻഡ് ടെക്നിക്കൽ വൈസ് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ ഇതിൽ കാണാൻ പോകുന്നതും നമ്മൾ അഭിനയിച്ചപ്പോഴും എല്ലാം ഫീൽ ചെയ്തൊരു കാര്യം, സാറിൻ്റെ മനസ്സിൽ സാറിന് കണ്ട ഒരു സിനിമ അതിൻ്റെ ഒരു എക്സിക്യൂഷനാണ്. മെയിൻ ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഈച്ച് ആൻഡ് എവറി പാർട്ടിലും സാർ ആഗ്രഹിച്ച അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിലെ വിഷൻ അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ കോസ്റ്റാർസിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ ഹി ഹാവ് എ പ്ലാൻ, ഇത് ആണ് എനിക്ക് വേണ്ടത്, അതാണ് തരേണ്ടത്. ആൻഡ് ഹി ഹാവ് എ പ്ലാൻ ഓൺ എവറിത്തിങ്, ബീറ്റ് ടെക്നിക്കൽ എഡിറ്റിംഗ് സൈഡ് ആണെങ്കിലും ബീറ്റ് റൈറ്റിംഗ്, ബീറ്റ് ക്യാമറ, എവറിത്തിങ് ഹി ഹാവ് എൻ ഐഡിയ. ബാക്കി പലപ്പോഴും ഇപ്പോൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ പോലും സാധാരണ ആക്ടേഴ്സ് ഒന്ന് ഡയറക്ടേഴ്സ് ഒന്ന് ടേക്ക് ദ ബാക്ക് ചെയർ. ചിലപ്പോൾ സ്റ്റണ്ട് ഡയറക്ടേഴ്സിനെ കുറച്ചും കൂടി അവരുടെ കയ്യിലോട്ട് കൊടുക്കും ആൻഡ് ദേ പ്ലേ ദ റോൾ. പക്ഷെ അതിൽ പോലും ഹി ഹാവ് ഡിസിഷൻസ്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. എ കംപ്ലീറ്റ് സാറിൻ്റെ ഒരു ഡ്രീമാണ് ഈ പ്രൊജക്റ്റ്. ആൻഡ് വി ആർ ഹിസ് എക്സിക്യൂഷൻ ഞങ്ങളെല്ലാം അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വി ആർ ഹിസ് ടൂൾസ്. ആൻഡ് ഐ തിങ്ക് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പ്രിവ്യൂ കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയൊരു പ്രൊജക്റ്റാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ വെയിറ്റിംഗ് ആണ് എങ്ങനെ വന്നു എന്നുള്ളത് കാണാനായിട്ട്. কেমন আছেন সবাই? আমি আপনাদের খুব ভালোবাসি, മനസ്സിലായോ? എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും മലയാളി മീഡിയ ഫ്രണ്ട്സ് എൻ്റെ വിനീതമായ ഹൃദയം നമസ്കാരം. ഞാൻ കള്ളനും ഭഗവതിയുമിൽ ഭഗവതിയായ മോക്ഷയാണ്. ആ ടൈം, ആ സമയം എനിക്ക് ഒരുപാട് ഇഷ്ടം. ആ സ്നേഹത്തിന് ഇന്നും കടപ്പെട്ടിരിക്കും. ഇപ്പോൾ ചിത്തിനി നിങ്ങൾ വിജയിപ്പിക്കണം. സോ നമുക്ക് പടം ചിത്തിനി, മൈ സെക്കൻഡ് മലയാളം ഫിലിം, ഈ മാസം ഡേ ആഫ്റ്റർ ടുമോറോ 27 സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നത്. സോ പ്ലീസ് എവ്രി വൺ, എല്ലാവരും ആദ്യത്തെ തന്നെ തിയേറ്ററിൽ പോയി കാണണം. ആൻഡ് യെസ്,
to the captain of our ship, Vijayan sir. I think you have gifted me something which I have never imagined of. Even anybody, any Malayali, even apart from Kerala also, you know, they recognize me as Bhagavati. So I think it is the biggest blessing. I am from the land of Bengal where Ma Durga is worshipped. So another form of Shakti is Bhagavati Ma Durga, or whatever we say. So I'm really lucky, and Kalanu Bhagavatim is also a very big hit on OTTs, not only in Kerala, in other states also it's doing wonderful. I've been getting calls from my Telugu industry, Tamil, Bengali, everywhere, even all across the nation. So now coming to Chittini. The Chittini was about to release on 2nd of August. But due to some of the other reason, I think one of the main reason was Wayanad flood and some health issues also. So it's releasing now on 27th, when we all are seeking for justice. The entire nation is looking up to the justice. So I came to know yesterday, 27th, you know, there was the next hearing on Supreme Court Abhay case. So let's see whether we can give justice to Chittini, as our writer K.V. Anil sir said. Yeah, this is also a horror investigative thriller, definitely. But yes, it's also a story of, justice. Whether justice will be served to Chittini or not. So for that, you have to come to the theatre and watch. And thank you so much, the entire team. As he said, this especially thriller and horror films are very difficult in one way, technically also. So each and every department, from story, from Anil sir's story, second movie working with him, Ratish sir's beautiful canvas of cinematography, Kuti sir's edit, and definitely I must talk about the songs. When it comes to East Coast production, so the audios, that it has to be musically something magical. So beautiful music, wonderfully done by Ranjindar sir, and especially the background score. I mean the sound score also. I have gone through it a little bit. It's I must say, please you go to the theaters and watch. Then you will come to know, yeah, it's true. And Kala Master has done the beautiful choreography of Shaila Nandini. I'm so lucky that being a classical dancer, I got this beautiful classical number in Malayalam industry, which I heard after years. It is a classical number is there in a Malayalam film, and I have always been a very big fan of Malayalam films. I think the entire India is looking up to Malayalam industry now, and I'm very proud that I could, be a small name in Malayalam industry. That's just because of you, Vijayan sir. I shall never forget it, and I once again promise you, by hereafter my next project is also dedicated to the entire Malayali people, for the love, the support which I got. I will never let you all down. And coming to the co-actors, Amit Chetan has been a wonderful co-actor, such a supportive co-actor. Thank you so much for that. Aarti, Aarti also. Inakshi, they have done their job so well. Vinay sir, Sudhi sir, Johnny Anthony sir, Polly Amma, my father, Srikant sir, sorry, Srikant sir. So beautiful. I mean, it's a story of all the actors, all of our contribution. So I hope, and Malayali friends, especially media friends, thanks to all of you for coming here, and the support, the vibe I got back, I revived back. Now I feel like, yes, again I will fight, again I will fight. So fight back, it won't stop until and unless justice is served. Thank you so much. And Manju ma'am, thanks for a wonderful PRO activity. You are also a main, one of the strength of us. And Vijayan sir, once again, thank you. We love you so much. You are our inspiration, and a person like you, he has set up an example. It's just a number. Age is just a number. He can do anything. At a stretch of 52 days of shooting, he was there. He did it. He scolded us. He taught us. He did whichever way possible to make the movie, to uplift the movie. As this Chittini, which is going to get released on 27th. Sir, ചിത്രി ഒരുപാട് എക്സ്പെക്ട് നമ്മൾ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷിച്ച് കുറച്ച് ഡിലേ ആയതായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് പ്രിന്റും എല്ലാം വന്നത്. അപ്പം എത്രത്തോളം എക്സ്പെക്ടേഷൻ, കാരണം ചിത്രിയുടെ കൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഏത് വിജയിക്കും എന്നുള്ള പേടിയുണ്ടോ? എനിക്കാണ് ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു പേടിയാണ്. അതായത് സംഭവിക്കാനുള്ളത് സംഭവിക്കും, സംഭവിച്ചേ തീരും, അത് സംഭവിച്ചിരിക്കും എന്ന്
ഭഗവത്ഗീതയുടെ അർത്ഥവാക്യമാണ് എൻ്റെ. ഇപ്പോൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അല്ല, ചോദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ അമിത് തന്നെ പറഞ്ഞു, ഈ അമിത്തിന്റെ അതായത് ആദ്യത്തെ ഷോട്ട് തൊട്ട് ഏതാണ്ട് ലാസ്റ്റ് വരെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അമിത്. പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ, റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത്. ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നിലും കാണാത്ത രീതിയിലുള്ള അഭിനയം. ഇത് കണ്ടവരൊക്കെ ഇത് അമിത് എന്ത് ഇതായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മറ്റുള്ള പലതിൽ നിന്നും അത് നമുക്കതൊരു വലിയ ഇതാണ്. കാരണം ഒരു നായകൻ, ത്രൂ ഔട്ടുള്ള ഒരു നായകന്. അതുപോലെ തന്നെ ഈ മോക്ഷയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അതിൽ തെളിയിച്ചതാണ്. അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഒത്തിരിയുടെ എന്താ പറയുന്നത് ഒത്തിരിയുടെ ആഴത്തിലുള്ള റോളാണ്. പിന്നെ ഇവരെ രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇപ്പൊ മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രതീഷമായാലും ജോണിക്കുട്ടി ആയാലും ഇപ്പൊ കഥയുടെ തന്നെ ഇപ്പൊ ആദ്യം അദ്ദേഹത്തിന് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാം എഴുതി എൻ്റെ കൊണ്ട് കേൾപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തം എൻ്റെ മുകളിലിട്ടു. അപ്പോ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള അതിനകത്ത് നമ്മളിപ്പോ രഞ്ജിന്റെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹം ഈ ഇപ്പോ ശൈലനന്ദിനി എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുന്ന നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയകരം തോന്നുന്ന രീതിയിൽ അതിന്റെ ലിറിക്സ്. അതുപോലെ തന്നെ സന്തോഷ് ശർമ്മ സാൻസ്ക്രിറ്റിലാണ് അതായത് എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തോട് വളരെയധികം സാദൃശ്യമുള്ള സാമ്യമുള്ള അതാണ്. അത് വളരെ ഭംഗിയായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് പോലുള്ള ഒരു പാട്ടുണ്ട്. 2 പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാറ്റി വയ്ക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റ് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാം അതിനകത്ത് ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ ഈ ആറാറാനും മറ്റുള്ള എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് അതിൽ പിന്നെ നമ്മുടെ ഈ മാറ്റി വെച്ചു എന്ന് പറയുന്നത് 2 കാരണമാണ്. ഒന്ന് വയനാട് ദുരന്തം, പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും മറിഞ്ഞോളൂ. അതാണ് ഒരു കാര്യം. മറിഞ്ഞു വീണു. അതുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞ പോലെ മറിഞ്ഞു വീണ സമയത്ത് ആരോടും പറയാൻ അത്ര ബുദ്ധിമുട്ടാകും. പക്ഷെ ഇപ്പോ എല്ലാം ഒരു നോർമൽ ആയതുകൊണ്ട് ഇപ്പൊ പറയാനൊരു സന്തോഷമുണ്ട്. അതായിരുന്നു എന്റെ മെയിൻ കാര്യം. അപ്പൊ അന്ന് പിന്നെ എന്താ പറയുന്ന റിലീസ് ചെയ്യരുത് എന്നെന്തോ ഒരു ഉൾവിളി എവിടെ ഒന്നും ഉണ്ടായതിന്റെ പേരിലായിരിക്കണം അതിങ്ങനെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിതിന്റെ പേര് ചോദിച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ആശങ്കയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തന്നെ വീഴ്ചയുണ്ടല്ലോ. അതിനും ഞാൻ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പറയില്ല. പക്ഷെ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിന്റെ സത്യസന്ധമായി എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയല്ല, തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതാണ് എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷ. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളായാലും എപ്പോഴും ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിത്രീയിലായാലും ട്രെയിലർ നോക്കിയാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ, ഒരു പോലീസ് കഥാപാത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. എങ്ങനെയുണ്ട് വിജയൻ സാറിന് ഒരു ചിത്രത്തിൽ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് കഥാപാത്രം ഫസ്റ്റ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു? സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്ത് മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. അപ്പോൾ അറിയാതെ വന്നു പോകുമ്പോഴായാലും സാർ അത് കറക്റ്റ് ചെയ്യും. അല്ലേ, ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തത്. കായംകുളം കൊച്ചെണ്ണയിൽ വർക്ക് ചെയ്ത സമയം അതിനും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ, മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു.
അപ്പൊ അത് സിങ് സൗണ്ട് കൂടിയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആള് പറഞ്ഞതെന്ന് ഒരു നിമിഷം ഒരു കാര്യം പോലും മാറ്റാൻ പാടുന്നു. പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. സത്യമാണത്. കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ് അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പൊ അത് പക്ഷെ പതിയെ അതിലോട്ടാവാൻ പറ്റിയിരുന്നു. ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പേടിയില്ലാത്ത മനുഷ്യൻ. ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്നു വരുമെന്ന് പറഞ്ഞാലും ഒരു പേടിയില്ല. സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഒരു പേടിയില്ലെന്ന്. പക്ഷെ ചെറിയ വീഴ്ചയൊന്നുമല്ലായിരുന്നു. അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു. ആ സർജറി ചെയ്തിട്ട് പോലും ആവുന്ന ഒരു പ്രശ്നമല്ല. നമ്മൾക്ക് ആ ടെൻഷൻ. കാര്യം ചിത്തിനി സാറിന്റെ ഡ്രീമാണ്. അത് സാറിന്റെ റിലീസിന്റെ സമയത്ത് സാർ ഇല്ലെങ്കിൽ അത് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പൊ സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾ സ്വിംഗ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കോ എന്ന് പേടിയില്ലാത്തവനെ പിന്നെ എന്ത് പറഞ്ഞു പേടിപ്പിക്കും? ഒന്നും പറഞ്ഞു പേടിപ്പിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ പറയണ സമയം കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ കണ്ടു വന്നേക്കുന്നവന് പേടിയില്ല. പിന്നെ നമ്മൾക്ക് ഇരട്ടിപ്പാവാറില്ല. പേഴ്സണൽ ലൈഫ് കാര്യം അത് ഒരു എക്സാമ്പിൾ ആണ്. അമിത് സാർ ഇപ്പം ഹൊറർ സിനിമകൾ ഇന്ത്യയിൽ മൊത്തം ചർച്ചയാവുന്നതും അല്ലെങ്കിൽ ആളുകൾ കാണുന്നതും ഒക്കെ ആ സിനിമകൾക്കൊക്കെ അതിന്റെ ടെറൈൻ തന്നെ ഡിഫൈൻ ആവുന്ന പോലത്തെ സിനിമകളാണ് വർക്ക് ആയിട്ടുള്ളത്. പ്രേമയുഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. അല്ലെങ്കിൽ കാന്താര എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേൾഡ് ഉണ്ട്. തുമ്പാട് റിലീസ് ചെയ്ത ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം അവിടെ തുമ്പാട് ഒരു വേൾഡ്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അതിനെ റിസീവ് ചെയ്യും ഇതാക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഡിഫൈനിങ് ടെറൈൻ ഉണ്ടോ? ബ്രോ ചോദിച്ച പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു പ്രേക്ഷകനായിട്ട് സിനിമ കാണുമ്പോൾ പണ്ടത്തെ രീതിയിലല്ല ഇന്ന് ഹൊറർ മൂവിയുടെ ട്രീറ്റ്മെന്റ്. അങ്ങനെയല്ല. നമ്മളെ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറൈനിൽ വിശ്വസിപ്പിക്കും. ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ ആ സിനിമ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും. അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണി നടത്തുന്നത്. ഈ ചിത്നിയിൽ എനിക്കും ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷികത ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പടം ഉണ്ടാവും. അങ്ങനെയല്ല. സാറിന്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ്. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഹീ ബ്രേക്ക് മൈ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇതിന്റെ ടെറൈൻ ബ്രോ ചോദിച്ച പോലെ ഉറപ്പായിട്ടുമുണ്ട്. കാര്യം ചിത്തിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്ത് തോന്നുന്നു. ഹീ ഈസ് എ പേഴ്സൺ ഹൂ വാണ്ട് ടു ക്യാറ്റർ ഫാമിലി ഓഡിയൻസിനെ ക്യാറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എക്സ്ട്രാ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജക്റ്റിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്തതാണ്. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഐ തിങ്ക് പിന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ VFX ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എന്റെ പ്രതീക്ഷ. താങ്ക് യു. സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഓസമാക്കിയതിൽ സാറിന് വലിയ പങ്കുണ്ട്. സാറിന് നിനക്കായി, എനിക്കായി, ഓർമ്മയ്ക്കായി, നിനക്കായി, ആദ്യമായി, ഓർമ്മയ്ക്കായി, സ്വന്തം, ഇനിയെന്നും എന്നും. അപ്പൊ ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? അങ്ങനെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ലവ് പറയുന്ന ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോസ്, അതിന് സ്കോപ്പ് ഉണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വരാനുള്ളതല്ലേ. സ്നേഹം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായി ഒരു പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്ന് വരാം. കാരണം ഇപ്പോൾ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അത്
വിഷ്വലൈസ് ചെയ്യുന്നു, അത് യൂട്യൂബിൽ ഇടുന്നു, അങ്ങനെയാണല്ലോ എപ്പോഴും. അതായിരിക്കും, അല്ലാതെ നമുക്കൊരു ആൽബം പോലെ 7, 8, 9 പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ചിത്രയിൽ ഇപ്പോൾ പാട്ടുകൾ എഴുതുന്ന സമയത്ത് ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താ ഇഷ്ടമാകുക? അപ്പോൾ ഒരു പാട്ട് എഴുതുമ്പോൾ ഇപ്പം ഒരു ഹുക്ക് ലൈൻ വേണം, എന്തെങ്കിലും പാട്ടിന് ഒരു ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹുക്ക് ലൈൻ, ഇപ്പം ആദരാഞ്ജലികൾ നേടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഹുക്ക് ലൈൻ വേണോ, അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് സ്കൂളിൽ തന്നെ പോകണോ? ഇപ്പോഴും 90s പാട്ടുകൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സാർ എന്താ മനസ്സിൽ വിചാരിക്കും? അത് അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഒരു പാട്ടിന്റെ ലിറിക്സിന്, അതിന്റെ മ്യൂസിക്കിന്, അതിന്റെ സിറ്റുവേഷന്, ഇതിന് എന്താണോ ഇണങ്ങുന്നത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് ഈ പഴമയും പുതുമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ പുതുമ ആവശ്യമുണ്ടോ അവിടെ നമ്മുടെ പുതുമ വരുന്നുണ്ട്. ഈ പഴമയും പുതുമ എന്നൊന്നും നമുക്കൊന്ന് പറയാൻ പറ്റില്ല. അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയെന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കത് മമ്മി എന്നൊക്കെ വിളിക്കുന്ന പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസ്വാദനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയോ പഴയ സിനിമകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നപ്പോൾ ഈ ദേവദൂതനൊക്കെ ഇവിടെ വന്ന് വളരെ ഇത് ചെയ്തു. അപ്പൊ പഴയതും പുതുമയെന്ന് പറയുന്നത് നമുക്ക് എന്നും നല്ലതും അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന ഒരു ഇത് രീതിയിലുള്ള എന്തും നമ്മളങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത് ആ ഒരു വ്യത്യാസം എവിടെയും കാണുന്നുള്ളൂ. So sorry, I just missed out our Kalari master, Shiva Damodar master. He's also here. I learned the basics Kalari from him. Sorry, sir, I forgot to mention your name. Sorry, he was my Kalari teacher in the movie. So wonderfully, he also did. He's also one of the actors here in Chittini. So I'm so sorry I missed out your name, and you had been a wonderful teacher, Kalari teacher first and thanks to Vijayan sir for putting this input Kalari in this film in a sequence. Thank you sir. Thank you. Actually, I wanted to tell, so you just stop. എനിക്ക് ഒരാളെ കൂടെ ഉണ്ട്, നമ്മുടെ ആസിം, നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ളായിരുന്നതാണ്. അദ്ദേഹം അതിലുപരി എന്തിനും ഏതിനും വന്ന എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ടൊക്കെ ഇപ്പോൾ ഇന്ന് തന്നെ ഇതൊക്കെ കൊണ്ടുവച്ചു ഇതൊക്കെ ചെയ്തതാണ്. പിന്നെ ഞാൻ മുമ്പേ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു, നമ്മുടെ രതീഷ് റാമിന്റെ ക്യാമറ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കാരണം നമ്മുടെ ഒരു സിനിമയെ സംബന്ധിച്ചോളം ഒരു ഡയറക്ടറുടെ ഏറ്റവും വളരെ അടുത്ത് പ്രിയപ്പെട്ടതാവേണ്ട ഒരാളാണ് ഈ ക്യാമറാമാൻ. അപ്പോൾ ഞങ്ങൾ ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഒരിക്കൽ പോലും ആവശ്യമില്ല. പിന്നെ വളരെ ചെറിയ സൗന്ദര്യ പിണക്കുകൾ എല്ലാ ഇതിലും ഉണ്ടാവില്ല, അതുപോലെ ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അല്ലെങ്കിൽ അന്നോ ഇന്നും ആദ്യത്തെ സിനിമ തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഒരേ രീതിയിൽ പോകുന്നു. അപ്പോൾ അത് തന്നെയാണ് ഒരു പരിധി വരെ എനിക്ക് ഇതിനകത്തുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നുണ്ട്. മറ്റന്നാൾ ഞങ്ങൾ 10 മണിക്ക് വന്ന് കാണുക. ഇനി കളരി മാസ്റ്ററുടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കളരി മാസ്റ്ററെ ഇടിച്ച് ആദ്യത്തെ അവസരം വീഴ്ത്തിയ ആളാണ്. ഫൈറ്റ് ഉള്ളതിനകത്ത് ആദ്യത്തെ അവസരം കളരി മാസ്റ്ററെ ഇടിച്ച് ഇതാണ്. ഇത് കൂടുതലെന്ന് ആരെയാണ് ചോദിക്കാൻ വേണ്ട പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ശൈലനന്ദിനി എന്ന് പറയുന്ന ക്ലാസിക്കൽ സോങ്ങിലും പുള്ളിക്കാരുടെ കളറി സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്ന ഒരു ക്ലാസിക്കൽ സോങ്ങിൽ കളറി സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോ അവിടെ ഞാൻ ചോദിച്ചില്ല പിന്നെ ഇതിന്റെ ഈ പഴമയും പുതുമയെ കുറിച്ച്. ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ഒരു പഴമ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ കളരി അതിനകത്ത് ചേർന്നൊരു പുതുമയാണ്. Inspiration means I realized we are human. In Bengali we say manush, man, hush. Man bhi hai, hush bhi hai. Means we are humans, and our doctors have taught us they are the real architecture for our spinal cord to be straight. Because it's not a fight against the rapist or the criminals. It's a fight between the common man, Abhaya's family, the doctors general, and the system. It's not easy to fight against the system who are governing. I think who are governing the West Bengal the state now. So I think history has spoke a lot about Bengal's contribution for the partition and different movements from Nakshal to so many movements we know about the history. So
I think it's our culture, no, for a genuine cause. For a long time, Bengalis, they had, that there's a lot of threat culture. That's one of the reasons I have left my own Bengal. I'm working in South Indian industry now. That's one of the biggest reasons. So there are a lot of Bengalis who are migrating out of Bengal due to this syndicate, this threat culture. I'm not scared of anyone because in Bengal also we have been telling, not only me, there are n numbers of common man, artists, various artists. So they all were on streets and it was sleepless nights. Still now, we are demanding justice still because the government has allocated a set of 21 lawyers against Abhaya. Against Abhaya means we the common man.